ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം എടുത്ത ഒരാൾക്ക് മൈക്കിലൂടെ വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് നിർത്തി വെക്കണം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യമാണ്. സാധാരണ പാസ്റ്റർമാരൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്കും മറ്റുമായി വായിക്കുന്ന വാക്യമാണ്, അല്ലേ? ഇത് കേട്ടിട്ടുള്ളവർക്ക്, ഈ വാക്യം വായിച്ചിട്ടുള്ളവർക്ക്, കേട്ടിട്ടുള്ളവർക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ഈ വാക്യം പരിചയമുള്ള വാക്യമാണ്. ദൈവത്തിൻ്റെ ദാസനായ ശലോമോൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു ദേവാലയം പണിതു. ആ ദേവാലയം പണിതതിന് ശേഷം അതിൻ്റെ ഒരു പ്രതിഷ്ഠ, ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ വളരെ ഗംഭീരമായിരുന്നു. അതുപോലൊരു ചെലവ് ചെയ്ത ഒരു ആരാധനയോ ഒരു പ്രതിഷ്ഠയോ പിന്നീട് ഇസ്രായേലിൽ നടന്നിട്ടില്ല. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഭയങ്കര ഒരു ദൈവമഹത്വം ഇറങ്ങി വന്നു. നമ്മൾ വായിക്കുന്നത് പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം ദൈവമഹത്വം ആലയത്തിനകത്ത് വെളിപ്പെട്ട ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങി വന്ന സമയമായിരുന്നു. കാരണം സ്വർഗത്തിലെ ദൈവത്തിന് അത് വളരെ ഇഷ്ടമായി. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന് ആ സമർപ്പണം, അതിൻ്റെ ആ ശുശ്രൂഷകൾ വളരെ ഇഷ്ടമായി എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം നമ്മൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ, നിങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വേണമെങ്കിൽ ഒന്ന് നോക്കി വായിച്ചേക്കാം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. കണ്ടോ? യഹോവയുടെ തേജസ്സ് ആലയത്തിൽ നിറഞ്ഞു. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭയങ്കര ഒരു ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ദൈവമഹത്വം വെളിപ്പെട്ടു. എഴുന്നേറ്റ് നിന്ന് ഇവർക്ക് ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഇറങ്ങി വന്ന ഭയങ്കര ഒരു ആരാധന, ഒരു സമർപ്പണം ദൈവത്തിന് ഒത്തിരി ഇഷ്ടമായി. അന്ന് രാത്രി ശലോമോൻ ഉറങ്ങുമ്പോൾ ദൈവം ശലോമോൻ്റെ അടുക്കൽ വരിക, സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശലോമോനോട് സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. ശലോമോനോട് ദൈവം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് കുറിവാക്യമായി വായിച്ചത്. 14-ാം വാക്യം വീണ്ടും വായിക്കാം.
ശലോമോനോട് ദൈവം പറയുക, മകനെ, ശലോമോൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ ആലയത്തിൽ വന്ന് ആര് പ്രാർത്ഥിച്ചാലും നീ ആ പ്രാർത്ഥനയൊക്കെ കേൾക്കണം, അല്ലേ? ദേശത്ത് ക്ഷാമം ഉണ്ടായാൽ, മഹാമാരി ഉണ്ടായാൽ, യുദ്ധം ഉണ്ടായാൽ, പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഈ ആലയത്തിലേക്ക് നോക്കി വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമെന്നൊക്കെ ശലോമോൻ പ്രാർത്ഥിച്ചു. മറുപടിയായി സർവശക്തനായ ദൈവം പറയുക, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് ഇന്ന് വാഗ്ദത്തം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, തങ്ങളെ തന്നെ താഴ്ത്തി, അല്ലേ, എൻ്റെ മുഖം അന്വേഷിച്ച്, ആമേൻ, പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയാമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്, ആമേൻ, അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം പറയുന്ന കാര്യമാകട്ടോ, മനുഷ്യൻ പറഞ്ഞതല്ല. ദൈവം നേരിട്ട് വന്ന് ശലോമോനോട് പറയുക, ഞാൻ നിനക്ക് വാഗ്ദത്തം തരുന്നു, ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ തിരുവെഴുത്ത് കേൾക്കുന്ന ദൈവജനം അറിയണം, ഇത് ശലോമോനോടന്ന് പറഞ്ഞെങ്കിലും എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിനോടുള്ള വാഗ്ദത്തമാ. ദൈവം അന്നും പറയുന്നു, ഇന്നും പറയുന്നു, ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ പാപം ക്ഷമിക്കുന്ന ദൈവമാണ്. ഞാൻ ജനത്തിന്, ആമേൻ, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ദൈവമാണ്. സന്തോഷമുണ്ടോ? സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. സ്തോത്രം. നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവം നമ്മുടെ യാതനയ്ക്ക് ഇന്ന് മറുപടി തരണം, നമ്മുടെ കുടുംബത്തിനകത്തൊരു സ്വസ്ഥത തരണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കണം. സ്തോത്രം. അപ്പം അതുകൊണ്ട് നാം ആ വേദഭാഗം ഒന്ന് ആഴമായി ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഈ വാക്യം, നമ്മളിപ്പോൾ മലയാളത്തിലാണ് വായിച്ചത്, ഈ വാക്യം ഈ ഇംഗ്ലീഷിൽ നമ്മളൊന്ന് വായിച്ചാൽ, ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇഫ് മൈ പീപ്പിൾ ഹു ആർ കാൾഡ് ബൈ നെയിം ഹംബിൾ ദംസെൽവ്സ് ആൻഡ് പ്രേ ആൻഡ് സീക്ക് മൈ ഫേസ് ആൻഡ് ടേൺ ഫ്രം ദ വിക്കറ്റ് വേസ്, then I will hear from heaven and will forgive their sin and will heal their land. അവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു പദം ഇഫ് എന്ന പദമാണ്. കണ്ടോ? ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എന്താ? എങ്കിൽ, അല്ലേ? ചെയ്യുമെങ്കിൽ, അല്ലേ? ഇവിടെ ദൈവം തൻ്റെ ജനത്തോട് പറയുക, ആദ്യം ഇഫ് വെച്ചത് എന്തിനാന്ന് അറിയാമോ? ഞാൻ പ്രാർത്ഥനയൊക്കെ കേൾക്കാം, ഞാൻ നിങ്ങളുടെ വിഷയത്തിനും മറുപടി തരാം, നിങ്ങളുടെ പാപം ക്ഷമിക്കാം, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്താം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട്? കണ്ടീഷനുണ്ട്, നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? എന്താ നിബന്ധന? എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുമെങ്കിൽ, അതാണ് ആ ഇഫ്. ഒരാമേൻ പറഞ്ഞാട്ട്. ആമേൻ. അവർ തങ്ങളെ തന്നെ താഴ്ത്തുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. 2, അവർ പ്രാർത്ഥിക്കുമെങ്കിൽ. ആമേൻ. അവർ പ്രാർത്ഥിക്കുമെങ്കിൽ. പിന്നെ എൻ്റെ മുഖം അവർ അന്വേഷിക്കുമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. പിടികിട്ടിയോ? ആമേൻ. അതാണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യുമെങ്കിൽ,
അത് കൃത്യമായി ദൈവം പറഞ്ഞതുപോലെ നീ ചെയ്യാമെങ്കിൽ ദൈവം പറയുക, എന്റെ ഭാഗത്തുള്ളത് ഞാൻ പിന്നെ മാറ്റിവെക്കത്തില്ല. ഞാൻ പാപം ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കും, ഞാൻ സൗഖ്യം വരുത്തുമെന്ന് പറഞ്ഞാൽ സൗഖ്യം വരുത്താം, ഞാൻ വിടുതൽ അയക്കുമെന്ന് പറഞ്ഞാൽ വിടുതൽ അയക്കാം, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കും. പക്ഷെ തമ്പുരാൻ ചോദിക്കുകയാ, നിങ്ങൾ അത് ചെയ്യുമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ചെയ്യുമെങ്കിൽ. ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് പറയും, പാസ്റ്ററെ അത് ചെയ്യാനാ ഞങ്ങൾ വന്നത്. ആമേൻ. ഞങ്ങൾ ചെയ്യാനാ വന്നത്. കർത്താവ് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാനാ ഇന്ന് വന്നതെങ്കിൽ തമ്പുരാൻ ചെയ്യേണ്ടത് തമ്പുരാനും ചെയ്യും. ഒരാമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. അതും ഈ പറഞ്ഞ ഇഫ് ആദ്യം ചേർത്തോണ്ട. ഇഫ് യു ഫുള്ളി ഒബേ ദ ലോർഡ് യുവർ ഗോഡ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ് വിൽ കം അപ്പോൺ യു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ. മലയാളത്തിൽ വായിക്കുമ്പം നടന്നാൽ ഇല്ലേ, വായിച്ചോ? അതാ ദൈവത്തിൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ, അതാണ് ചെയ്യുമെങ്കിൽ. പല ആളുകളും അത് വിസ്മരിക്കുകയാണ്. പക്ഷെ ദൈവം എപ്പോഴും നോക്കുന്നത് അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുമെങ്കിൽ എന്ന് വചനമുണ്ട്. എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചാൽ പറ്റുകയില്ല കേട്ടോ. ഇന്ന് പകൽ തമ്പുരാൻ പറഞ്ഞതുപോലെ അതാ തുറന്നങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നത്. അവൻ ആളുകൾ കാണാനുള്ള പ്രാർത്ഥനയല്ല, ചടങ്ങിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാമെന്നൊന്നും തമ്പുരാൻ പറഞ്ഞിട്ടില്ല. പേരിന്റെ ഉപവാസത്തിന് മറുപടി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എല്ലാവരും ചെയ്യുന്നതല്ലേ, എന്നാൽ ഞാനും ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതിനല്ല അവിടുത്തെ വചനം പറയുന്നത് പോലെ. ആമൻ ഈ ദിവസങ്ങളില് പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാമെങ്കിൽ, ആമൻ സ്വന്തം ഉപവസിക്കേണ്ടത് പോലെ ഉപവസിക്കാമെങ്കിൽ, വചനം അനുസരിക്കേണ്ടത് പോലെ അനുസരിക്കാമെങ്കിൽ, ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ പോകുക. അങ്ങനെ ചെയ്യുവാൻ ഈ രാവിലെ സമർപ്പണമുണ്ടോ? ആവർത്തന പുസ്തകം പറയുക, എന്റെ ജനം ഈ കൽപ്പനകളും ഈ വിധികളുമൊക്കെ അനുസരിച്ച് നടക്കുമെങ്കിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? കണ്ടോ? വസിച്ചാൽ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഒന്ന് അടിവരയിട്ട് ചിന്തിക്കണേ. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നില്ല ആമേൻ പറഞ്ഞാട്ട്. അതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അത് വസിച്ചെങ്കിൽ മാത്രമേ, നിങ്ങൾ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ, അവന്റെ വചനം നിങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ദൈവം മറുപടി തരികയുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലേ? ദൈവം നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ഇഷ്ടത്തിനും നാം ദൈവമുമ്പാകെ ആമേൻ അപേക്ഷിക്കുന്ന കണ്ണുനീരിനുമൊക്കെ മറുപടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും. പക്ഷെ ദൈവം കണ്ടീഷൻ വെച്ചിരിക്കുക. സ്തോത്രം. നിങ്ങൾ എന്നിലൊന്ന് വസിച്ചാൽ മാത്രമേ, എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലൊന്ന് വസിക്കാൻ നിങ്ങളതിന് ഇടം കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മറുപടി കിട്ടുകയുള്ളൂ. വചനത്തിന് നിങ്ങളിൽ ഇടമില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നില്ലെങ്കിൽ, ആമേൻ, നിങ്ങൾ അപേക്ഷിക്കുന്നത് തരേണ്ട ബാധ്യത ദൈവത്തിനില്ല. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോടായി വിളിച്ചു പറയട്ടെ, ആദ്യം ചെയ്യേണ്ടത് അവന്റെ വചനം നമ്മളിൽ വസിക്കാൻ നാം അവനിൽ വസിച്ചു തുടങ്ങണം. ആമേൻ. അവനിൽ വസിക്കുന്നത് എങ്ങനാ? അവന്റെ വചനം അനുസരിക്കുമ്പോഴാ. ആമേൻ. ഇന്ന് പകൽ അവൻ
അവന്റെ വചനം നിങ്ങൾക്ക് ഇടയുണ്ടെങ്കിൽ, അവന്റെ വചനത്തിന് വസിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നത് തരാൻ ദൈവം ബാധ്യസ്ഥനായി മാറുകയാണ്. അതാ ശലോമോനോട് ദൈവം പറഞ്ഞത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുമെങ്കിൽ, എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. ഇവിടെ കിട്ടുന്നുണ്ടോ? ഇന്ന് രാവിലെ ആ എങ്കിൽ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനും നിങ്ങളുമാണ്. എത്ര പേര് പറയും, കർത്താവേ ഞാനിന്ന് തയ്യാറാണ്, ഞാനിന്നതിന് റെഡിയാണ്, ഞാനതിന് തയ്യാറാണ്. അവിടുത്തെ വചനം എന്നിൽ വസിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ കർത്താവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അതിന് ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ ദൈവവും ഭാഗം തരുന്നെന്ന് പറയാൻ എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരോടാ കർത്താവ് പറയുന്നത്, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക, എങ്കിൽ ഈ 2025 ആമേൻ ചില പ്രവൃത്തി ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പോകുക, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ഈ പുതുവർഷത്തിന്റെ ആരംഭ സമയമല്ലേ? ഒന്ന് തീരുമാനമെടുക്കുമോ? ദൈവമുഖം അന്വേഷിക്കാൻ നീ ഒന്ന് തീരുമാനിക്കുമോ? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അവിടുത്തെ എൻ്റെ ജനം. ഇതാരോടാ ഈ ദൂത്? ദൂതാരോടാ? ദൈവത്തിൻ്റെ ആഗ്രഹം ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തെ ഭയപ്പെടണമെന്നാ. സകല ജാതികളും യഹോവയെ ഭയപ്പെടട്ടെ എന്ന് തന്നെയാ പുസ്തകം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിനകത്ത് തൻ്റെ ജനമെന്നൊരു വ്യത്യാസം ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താൽ സ്തോത്രം. എൻ്റെ ജനം, ദൈവം പറയുന്നത് ആമേൻ, എൻ്റെ വചനം അനുസരിക്കണമെന്നും എൻ്റെ സന്നിധിയിൽ താഴണമെന്നും എൻ്റെ മുഖം അന്വേഷിക്കണമെന്ന്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതരിയണമെന്ന് സകല ജാതികളോടുമല്ല ഇവിടെ പറയുന്നത്. ആമേൻ, അവിടുത്തെ ജനത്തോട് ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസഭയ്ക്കകത്ത് തിരുവെടുത്ത് കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ദൂത് പറയാനുള്ളത്. ആമേൻ, നീ ആമേൻ അവിടുത്തെ മുഖമൊന്ന് അന്വേഷിക്കണം. ആമേൻ, ആളുകളൊക്കെ നാട്ടുകാരൊക്കെ അന്വേഷിക്കുന്ന രണ്ടാമതാകട്ടെ, നിന്നെ ദൈവം വിളിച്ചിട്ടില്ലേ? സ്വന്തം മക്കളാക്കിയില്ലേ? സ്വന്തം മകനാക്കിയില്ലേ? അവകാശമാക്കിയില്ലേ? സ്വന്തം പുത്രനെ നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തില്ലേ? ആമേൻ, സ്വന്തം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഇന്ന് രാവിലെ ദൈവത്തിന് ദൂത് പറയാനുണ്ട്. ആരന്വേഷിച്ചില്ലെങ്കിൽ, ആരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ആര് ദൈവമുഖം അന്വേഷിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ തന്റെ ജനത്തോട് ആലോചനയുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നവരായി മാറണം. നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥലമുണ്ടാകണം. നിങ്ങൾ എന്നെ സേവിക്കുന്നവരായി മാറണം. നിങ്ങൾ എന്റെ മുമ്പിൽ പശ്ചാത്താപത്തോടെ അടുത്തു വരണം. ഇസ്രായേലിനെ നോക്കി പറയുക, നിങ്ങൾ എൻ്റെ ജനമാ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ അവരോട് പറഞ്ഞു, കർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ ഞാൻ എൻ്റെ പ്രത്യേക സമ്പത്തായി തെരഞ്ഞെടുത്തെന്ന. ഒന്ന് വായിച്ചാട്ടാ വാക്യം. ഉണ്ടോ? അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ ഒരാമേൻ പറഞ്ഞാട്ടെ. സകല ജാതികളിലും വെച്ച് നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കുക. ഇന്ന് പകൽ ഹല്ലേലൂയ, ദൈവവേദന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇസ്രായേലിനോടുള്ള വാഗ്ദത്തമാ പാസ്റ്ററെ, ഇത് ഇസ്രായേലിനല്ലേ? ഞങ്ങൾക്ക് എന്ത് വാഗ്ദത്തമാ ഉള്ളത്? ഇസ്രായേലിന് മാത്രമേ ഉള്ളോ? അല്ല, എനിക്ക് നിങ്ങൾക്കും ആ വാഗ്ദത്തം ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വേഗം വായിച്ച്. 1 പത്രോസ് 2:9 വേഗം വായിക്കും. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ, അത് സിസ്റ്റർ മൈക്ക് കൂടെ വായിക്കേ. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട, ആമേൻ, നമ്മൾ ആരാ? തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ആമേൻ,
സ്തോത്ര പാട്ട് പാടാറില്ലേ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തെ കുറിച്ചാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ആരുമല്ല, ഞാൻ ഏതുമില്ലാത്തവളാ, ഞാൻ ഒന്നുമില്ലാത്തവനാ പാസ്റ്ററെ. ആമേൻ, സ്തോത്രം. ഞാൻ ആരാ? എൻ്റെ കയ്യിൽ സമ്പത്തില്ല, എനിക്ക് ബന്ധുബലമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ എല്ലാം കൊണ്ടും എളിയതാ, ചെറുതാ. ഇന്ന് പകൽ ധാരണ ഒക്കെ നമുക്കുള്ളത് നല്ലതാ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുക, ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന പദവിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജനമെന്ന് ദൈവം വിളിച്ചു പറയുമ്പോ ആമേ, കല്ലട ദൈവസഭയിലിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ ആമേ തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ജാതിയാ. തീർന്നില്ല കേട്ടോ. ആമേ, രാജകീയ പുരോഹിത വർഗമാ. സന്തോഷമുണ്ടെങ്കിൽ നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം, സ്തോത്രം. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇസ്രായേൽ മാത്രമേ ഉള്ളൂ? ഇസ്രായേൽ മാത്രമേ ഉള്ളൂ പ്രത്യേക സമ്പത്ത്? അല്ല. ഇന്ന് ഞാനും നിങ്ങളും അവന്റെ പ്രത്യേക സമ്പത്താണ്. രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം. അവന്റെ പുത്രന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇന്ന് ഞാനും നിങ്ങളും ഹല്ലേലൂയ ആമേൻ അല്ലെ അനാഥരല്ല. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരോടാ അനുസരിക്കണമെന്നും വചനമനുസരിക്കണമെന്നും തങ്ങളെ തന്നെ താഴ്ത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത്? എൻ്റെ ജനത്തോട്, സ്വന്തം മക്കളോട് പറയാൻ അവിടത്തേക്ക് അതിനുള്ള അവകാശമില്ലേ? ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെരഞ്ഞെടുത്ത ജനത്തോട് പറയുക, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുമെങ്കിൽ, നിങ്ങളെ തന്നെ താഴ്ത്തുമെങ്കിൽ, എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എന്താ സ്വന്തം ജനം ചെയ്യേണ്ടത്? അതായിരുന്നു നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തി. ഒരാമേൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന പദവി വലുതാ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. പക്ഷേ ജനത്തോട് ദൈവത്തിന് ദൂത് പറയാനുള്ളത്, നിങ്ങളെ തന്നെ താഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്നും ഇന്നും ദൈവത്തിന് എല്ലാ കാലത്തും തൻ്റെ ജനത്തോട് പറയാൻ ഒരു ദൂതേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ആമേൻ, സ്തോത്രം. മനുഷ്യന് തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് താഴ്ന്നു കൊടുക്കുവാൻ, അല്ലേ, ഒന്ന് ക്ഷമിക്കാൻ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുടെ ഇടയിലും ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഞങ്ങളിൽ ആരാണ് വലിയവൻ, അല്ലേ? അതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായിരുന്നു. സ്തോത്രം. യേശു ഇതറിഞ്ഞിട്ട് അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം വന്നപ്പോഴാണ് നമ്മുടെ കർത്താവ്, അല്ലേ, ആ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാനിടയായത്. ആമേൻ, ആമേൻ. സർവശക്തനായ നമ്മുടെ കർത്താവ്, അധികാരിയായവൻ, സർവസൃഷ്ടിതാവായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ കാല് കഴുകി.
അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് പകൽ ദൈവം എല്ലാ കാലത്തും എൻ്റെ മുമ്പിലിരിക്കുന്ന ജനമേ, ദൈവജനത്തോട് ദൈവത്തിന് ദൂത് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം ദൈവത്തിന് മുമ്പാകെ. കേട്ടോ, ഇന്ന് പകൽ ഈ സർവശക്തൻ്റെ മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തി. എന്താ? ആമേൻ, നിങ്ങളെ തന്നെ ഇസ്രായേലിന് പറ്റിയത് എന്താണെന്നറിയാമോ? ആമേൻ, അവർ നിഗളികളായി മാറി. അവർ ദൈവത്തിന് മുമ്പാകെ താഴ്ത്താൻ മനസ്സില്ലാതെ, ദൈവത്തെ അനുസരിക്കുവാൻ ബഹുമാനിക്കാൻ മനസ്സില്ലാതെ, അല്ലേ, ആമേൻ, അവർ ഗർവത്തോടെ ജീവിച്ചു. ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ അവർ നിഗളിച്ചു പോയി. എല്ലാം നൽകിയത് ദൈവമാണെങ്കിലും അവർ ചിന്തിച്ചു, ഞങ്ങളുടെ കൈയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ കൈകൊണ്ട്, ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടായതാണെന്ന് ചിന്തിച്ചോ. ഇന്ന് പകൽ ഇന്നും അത് തന്നെയല്ലേ? ആമേൻ, സ്തോത്രം. സകലവും നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഇന്ന് പകൽ നാം പൗലോസ് പറഞ്ഞതുപോലെ പറയണം, ഞാൻ ആയിരിക്കുന്നത് അവിടുത്തെ കൃപയാലാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഈ ആലയത്തിനകത്ത് ആമേൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കൃപയാണ്. നേട്ടങ്ങളെല്ലാം അവിടുത്തെ ദാനമാണ്. പ്രാപിച്ച അനുഗ്രഹങ്ങളൊക്കെ അവിടുത്തെ അനുഗ്രഹമാണ്. ആമേൻ, അവിടുത്തെ അനുഗ്രഹമൊന്ന് പിൻവലിച്ചാൽ, അവിടുത്തെ കൃപയൊന്ന് പിൻവലിച്ചാൽ പിന്നെ ഞാനും നിങ്ങളും ഇല്ല. കേട്ടോ, ഇന്ന് പകൽ ദൈവവുമാകെ വിനയത്തോടെ മുട്ടുമടക്കി താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകോ? ഇന്ന് പകൽക്കാലം ദൈവവുമാകെ വിനയമുള്ള ഹൃദയത്തോടെ സമർപ്പിക്കണമെന്ന് ദൈവം എല്ലാ കാലത്തും ജനത്തോട് ആവശ്യപ്പെടുകയാണ്. തങ്ങളെ തന്നെ താഴ്ത്തുക. സ്തോത്രം, സ്തോത്രം. ദാവീദ് തന്നെ നമ്പർ 1 മാതൃകയാണ്, അല്ലേ? സ്തോത്രം. രാജാവായിരുന്ന ദാവീദ്, അല്ലേ, പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു. നമുക്കറിയാം, ഈ താഴ്ത്താത്തതിനും അവിടെ തന്നെ മാതൃകയുണ്ട്. ആരാ? തൻ്റെ ഭാര്യയായ മീഖൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് ദാ ഒരു പെട്ടകത്തിന് മുമ്പിൽ, അല്ലേ, തൻ്റെ ഭൃത്യന്മാരോടുകൂടെ, തൻ്റെ ജനത്തോടുകൂടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദാവീദിനറിയാം, ഞാൻ ആരുടെ മുമ്പാകെയാണ് ഈ നൃത്തം ചെയ്യുന്നത്, ആരുടെ മുമ്പാകെയാണ് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നത്? രാജാതിരാജാവിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ, അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ. ഹല്ലേലൂയ, ഞാൻ ഒന്നുമല്ല, അവിടുത്തെ മുമ്പാകെ എന്നെ തന്നെ ഞാൻ വിനയപ്പെടുത്തും. മീഖൾ അതിനൊത്തിരി പഴി പറഞ്ഞു, കുറ്റം പറഞ്ഞു, അല്ലേ? നിന്നെ ഇങ്ങനെ നിൻ്റെ ദാസന്മാരുടെ മുമ്പിൽ, ദാസിമാരുടെ മുമ്പിൽ ഇങ്ങനെ നിന്നെ തന്നെ കേവലമാക്കുന്നു. നീ ഇസ്രായേലിലെ രാജാവല്ലേ? നാട്ടുഭാഷയെ പറഞ്ഞ നമുക്കൊരു സ്റ്റാറ്റസൊക്കെ ഇല്ലേ? ഇങ്ങനെ കിടന്ന് ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പാടേണ്ട കാര്യം ഉണ്ടോ? ഇങ്ങനെ താഴേണ്ട കാര്യമുണ്ടോ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങളോട് തൂത് പറയുന്നു, ആമേൻ, അതാ ആദ്യം പറഞ്ഞത്, താഴ്ത്തുമെങ്കിൽ, താഴ്ത്തുമെങ്കിൽ. ഇന്ന് പകൽ താഴ്ത്തുമെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം താഴ്ത്തുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ കസാരയിൽ നിറങ്ങി താഴെ ഇരിക്കുന്നതൊന്നുമല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പുറമേ കാണിക്കുന്ന ഒരു പണിയുമല്ല. ഇന്ന് പകൽ ഹൃദയത്തിനകത്താ ഈ താഴ്മ വെളിപ്പെട്ടു വരേണ്ടത്. ഇന്ന് പകൽ ഞാൻ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണെങ്കിൽ, ആമേൻ, അവിടുത്തെ ബഹുമാനിക്കുവാൻ തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുത്തെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന, ആമേൻ, ആമേൻ, അരിഷ്ടനായ മനുഷ്യനെ ഞാൻ കടാശിക്കുമെന്ന് വചനം പറയുന്നെങ്കിൽ, അവിടുത്തെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉറയലോടെ ഭക്തിയോടെ ഇരിക്കാൻ ഒരു ദൈവ പൈതൽ മനസ്സ് വെക്കാമെങ്കിൽ, ആമേൻ, ദൈവം പറയുകയാ, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും, ഞാൻ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യാക്കോബ് 4:10. വേഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് വചനം മനസ്സിലായോ? ഇന്ന് പകൽക്കാലം അവൻ്റെ സന്നിധിയിൽ ഒന്ന് താഴുന്നതിന്, ആമേൻ, സ്തോത്രം, നീ മനസ്സ് വെച്ചാൽ, ആമേൻ, നീ താഴുകല്ല, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. എന്താ പത്രോസ് വിളിച്ചു പറഞ്ഞത്? അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പി. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ താഴ്മയോടൊന്ന് ഇരിക്കുന്നത്, താഴ്മയോടെ ദൈവത്തെ ഒന്ന് ബഹുമാനിക്കുന്നത്, ആമേൻ, ദൈവസന്നിധിയിൽ താഴ്മയൊന്ന് വരുന്നത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. തമ്പുരാൻ്റെ മുമ്പിലൊന്ന്, ആമേൻ, താഴാമെങ്കിൽ ദൈവവും ഭാഗം ഉയരും. ഞാൻ നേരത്തെ മീഖളിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മീഖൾ കളിയാക്കി. ദാവീദ് മീഖളിനോട് പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം.
അല്ലേ, എനിക്ക് ഈ രാജസ്ഥാനത്ത് വരാൻ ഒരു യോഗ്യതയും ഇല്ല. പക്ഷേ എൻ്റെ ദൈവം കാട്ടിൽ കിടന്ന് എന്നെ, അല്ലേ, നിന്റെ അപ്പനെ നീക്കിയിട്ട് ആ സ്ഥാനത്ത് എന്നെ ദൈവമാക്കി വെച്ചെങ്കിൽ ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്നും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. ഇന്ന് പകൽക്കാല തിരുവെഴുത്ത് പറയുന്നത് ദാവീദിനെ ദൈവം അനുഗ്രഹിക്കാനിടയായി. പക്ഷേ മീഖലിനെ കുറിച്ച് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന വാക്യം എങ്ങനെയാ? ദൈവം അവളുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞു. അല്ലേ, അവർക്ക് മക്കളില്ലായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഈ ദൈവത്തെ ബഹുമാനിക്കുന്നവരെ, ഈ ദൈവത്തിന് മുമ്പിൽ താഴുന്നവരെ ആദരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണമേ. ഞാൻ ഇന്നലെ രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ദൈവിക ബഹുമാനവും ഈ വണക്കവും ഈ വിനയവും ഒക്കെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിത് കുറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ്. ആമേൻ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്നും 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന ബോധമൊക്കെ എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ആ വിനയമൊക്കെ അങ്ങ് കുറഞ്ഞു, ആ സാന്നിധ്യ ബോധം കുറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാല ആ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ, കർത്താവേ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ തിരികെ പ്രാപിച്ചുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ ഞാൻ വിനയത്തോടെ നടക്കുമെന്ന് തീരുമാനിച്ചാൽ, വിനയത്തോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചാൽ, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. മീഖയുടെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വേഗം വായിക്കാം. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പ്രവാചകൻ വിളിച്ചു ചോദിക്കുക, നീ ഒരുപാട് കാര്യമൊന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം, അവിടുത്തെ മുമ്പാകെ ഒന്ന് താഴ്മയോടൊന്ന് നടക്ക, ദൈവം മുമ്പാകെ വിനയത്തോടൊന്ന് ജീവിക്കാൻ. ഇന്ന് പകൽക്കാലം എത്ര പേര് താല്പര്യപ്പെടുക? കഴിവുകൾ തന്നത് ദൈവമാണ്, പണം തന്നത് ദൈവമാണ്, ആരോഗ്യം തന്നത് ദൈവമാണ്, സമ്പത്തുകൾ തന്നത് ദൈവമാണ്. ഇന്ന് അനുഭവിക്കുന്ന സകലത ദൈവം തന്നതാ. അതിന്റെ പേരിൽ ഒന്നും അഹങ്കരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. വിനയത്തോടെ ദൈവം മുമ്പാകെ താഴുന്നവരെ ഉയർത്തുന്ന ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോ താഴ്മയാണ് ഏറ്റവും പ്രധാനം. ദൈവമുമ്പാകെ അടുത്ത് വരുന്നവർ താഴ്മയോടെ വരണം. ഈ താഴ്മയോടെ ഒരു ലക്ഷണം കൂടെ ഞാൻ പറയാം. ഈ താഴ്മയുള്ളവൻ ഡിമാൻഡ് ചെയ്യത്തില്ല. അടുത്തത് പ്രാർത്ഥനയാണ് കേട്ടോ. അടുത്തത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴാണ് ഞാനിത് പറയുന്നത്. താഴ്മയോടെ നടക്കണം, പ്രാർത്ഥിക്കണം. അടുത്തതാ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്കകത്തുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ താഴ്മയോടെ നടക്കുന്നവൻ എന്തു ചെയ്യും? അവൻ ഒത്തിരി ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയാറുണ്ട്, എനിക്ക് തന്നേ പറ്റൂ, ഞാനതിന് യോഗ്യനാന്നുള്ള ചിന്തയൊന്നും ഇല്ല. ഈ വിശ്വാസകോളത്തിൽ അങ്ങനെ ഒരു പഠിപ്പിക്കൽ വന്നിട്ടുണ്ട്. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്കിതിനെല്ലാം, നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവകാശികളാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നേ പറ്റൂ. കാരണം ഞാൻ ചില ആളുകൾ പറഞ്ഞ സ്തോത്രകാഴ്ച ഇട്ടതില്ലയോ, കിട്ടാത്തത് എന്താണെന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ട് മനസ്സിൽ. അല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, പിന്നെന്താ അതിങ്ങോട്ട്? ഇന്ന് രാവിലെ ഞാൻ ദൈവഹിതവുമായിട്ട് നമ്മുടെ ഹിതം മല്ലിടുന്നതിനെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമുക്കെപ്പോഴും ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങ് ഒരുപാടായിപ്പോയി. ദൈവം ഇതെല്ലാം കഴിഞ്ഞു, ഇനി എല്ലാം ഇങ്ങോട്ട് ദൈവം ഇങ്ങോട്ട് തരാത്തതിൻ്റെ കുഴപ്പമേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യാനുള്ളതെല്ലാം, നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, താഴ്ത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലൊന്നും വന്നിട്ടില്ല. ശരിയാവുന്നോ? ശരിയാണോ? വന്നിട്ടില്ല. നിങ്ങൾ ഈ താഴ്മയെക്കുറിച്ചൊക്കെ പഠിച്ചാൽ ഇസ്രായേൽ അവർ താഴുമ്പം പുറമേ ഉള്ള കാര്യമാണ്. എങ്കിലും ആ പുറമേ ഉള്ള കാര്യം അവരുടെ അകത്ത് നിലവാരമാണ്. നിനവേൽ ചെന്ന് ദൂത് പറഞ്ഞപ്പോൾ നിനവേക്കാരെന്ത് ചെയ്തു? അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, രട്ടിലും വെണ്ണീറിലും ഇരുന്നു, രാജാവ് വരെ. എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം, സ്തോത്രം. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ താഴ്മ എന്തുവാ? മാക്സിമം എന്ത് ചെയ്യും? കസാരയിൽ നിന്ന് താഴെ ഇറങ്ങി വേണമെങ്കിൽ
പിടികിട്ടുന്നവരൊക്കെ ആമേൻ പറയാം. ഭയങ്കര താഴ്മയാണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, വസ്ത്രങ്ങളെ അല്ല. അതാ പ്രവാചകനെ വിളിച്ചു പറയാനുള്ളത്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥനയ്ക്കകത്ത് താഴ്മയുടെ ഒരു മണ്ഡലം വരുമ്പോഴുണ്ടല്ലോ, അവിടെ പിന്നെ ഡിമാൻഡുകളൊന്നുമില്ല. അവിടെ വിളിച്ചു പറയാപ്പാ എന്നോട് കരുണ തോന്നണമേ, ഇന്ന് പകൽക്കാലം ഞാൻ ഒത്തിരി കുറവുള്ളവളാണ്. ആമേൻ സ്തോത്രം. എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഞാൻ അയോഗ്യനാണ്, തെറ്റുകുറ്റങ്ങളുണ്ട്. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് താഴാൻ കഴിയുന്നില്ല. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പലപ്പോഴും ജീവിക്കുന്നില്ല. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസം എനിക്ക് കുറവാണ്. പലപ്പോഴും പലതിലും ഞാൻ തെറ്റിപ്പോകുന്നവരാണ്. ദൈവമേ, ഇന്ന് പകൽക്കാലം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിയോട് താഴ്മയുടെ മണ്ഡലത്തിലായി പ്രാർത്ഥന വെളിപ്പെട്ടു വരുന്നത് അല്ലേ? താഴ്മയകത്തുള്ളവൻ പ്രാർത്ഥനയ്ക്കകത്ത് നിലവിളിക്കും. അതാ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ? ആവശ്യക്കാരൻ ദൈവസന്നിധിയിൽ ഹന്ന എന്ത് ചെയ്തു? ആലയത്തിൽ ചെന്ന് അവൾ നിലവിളിക്കാൻ അല്ലേ? അവൾ കരയാൻ തുടങ്ങി അല്ലേ? അവൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് എന്ത് ചെയ്യും? ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. ആര് കണ്ടു, ആര് കേട്ടു, ഇതൊന്നും ഒക്കെ വിഷയമല്ല. അതെ, താഴ്മയുടെ പ്രാർത്ഥന അങ്ങനെയാ. രാമൻ പറഞ്ഞാട്ടെ, അവിടെ കണ്ണുനീര് കാണും, അവിടെ നിലവിളി കാണും അല്ലേ? അല്ലേ? അവിടെ ചിലപ്പോൾ ശബ്ദം ഉയർന്നെന്ന് വന്നേക്കാം, ചിലപ്പോൾ ശബ്ദം കേൾക്കാതെ വിങ്ങലുകൾ മാത്രമായേക്കാം. പിടികിട്ടുന്നത്ര പേരുണ്ട്. അവിടെ കണ്ണ് നിറഞ്ഞെന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയാ. എത്ര പേര് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാ? കേവലം ചില വാക്കുകൾ പറയുന്നതല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ കുറെ വാക്കുകൾ അടുക്കി വെച്ച് പറഞ്ഞത് കൊണ്ട് ദൈവം അങ്ങ് പ്രസാദിക്കുമെന്നല്ല കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിനകത്തു നിന്ന് താഴ്മയോടെ നിലവിളിയോടെ കണ്ണുനീരോടെ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചിലത് ചെയ്യാൻ പോകുക, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ പോകുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ പോകുക, നിന്റെ ദേശത്തിന് വേണ്ടി ഞാൻ ചിലത് പ്രവർത്തിക്കാൻ പോകുക. അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവർ പ്രാർത്ഥിക്കുമെങ്കിൽ ആഴമേറിയ പ്രാർത്ഥന ഗതസമനയിൽ എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അല്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, അവിടുത്തെ ഉയർപ്പുത്തുള്ളി അല്ലേ രക്തം പോലെ നിലത്തു വീണു. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നവർ, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നവർ. എത്ര പേർക്ക് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറയണേ. അതുകൊണ്ട് നമ്മൾക്ക് ഒന്നിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പോലും ശരിക്കും പറയാൻ പറ്റുകയില്ല. കാരണം ദൈവം ചോദിക്കുമ്പം ആ പ്രാർത്ഥനയ്ക്കകത്ത് പൂർണ്ണമായ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ആമേൻ. പത്രോസിൻ്റെയൊക്കെ പോലാ കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയവർ പ്രാർത്ഥിക്കാനിരുന്നു. അവർ പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കും തുടങ്ങിയത്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ ജഡം ബലഹീനമാണ്. പെയിനെടുത്തുള്ള പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല, പ്രാർത്ഥനയുടെ ആഴത്തെക്കുറിച്ച് പറഞ്ഞതാ അല്ലേ? സ്തോത്രം. കർമ്മേലിൽ ഒരുത്തനൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ഏലിയാവ്. ശരിയാണോ? സ്തോത്രം. എൻ്റെ തല കാലിനിടയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആമേൻ, ആമേൻ. ഇല്ലാത്ത മഴ ഉരുവായി വരികയാ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇന്ന് എത്ര പേർക്ക് ഈ പ്രാർത്ഥനയുടെ ആഴം പിടികിട്ടുന്നവർ സ്തോത്രം ചെയ്താൽ സ്തോത്രം, 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 സ്തോത്രം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് അവൻ ഉപമ പറഞ്ഞത് എന്തെന്നാൽ അല്ലേ? സ്തോത്രം, സ്തോത്രം. താഴ്മയോടുള്ള പ്രാർത്ഥന ലജ്ജയില്ലാതുള്ള പ്രാർത്ഥനയാണ്.
അല്ലേ? അർദ്ധരാത്രിക്ക് സ്നേഹിതന്റെ വീട്ടിൽ അപ്പം ചോദിക്കാൻ പോയ മനുഷ്യൻ തിരുവെടുത്ത് പറയുന്നു, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. അല്ലേ? തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അവൻ എഴുന്നേറ്റ് എന്ന് വേണ്ടുന്നിടത്തോളം കൊടുത്തു. എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ, സ്തോത്രം, താഴ്മയോടെ ഒരു വിടുതൽ നടക്കുന്നത് വരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം പറയുക, ഞാൻ ചിലത് ചെയ്യും. അടുത്തത്, എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ. ഇല്ലേ? അവിടെ അങ്ങനല്ലേ? എൻ്റെ മുഖം അന്വേഷിക്കണം. അത് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും, ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അടുപ്പമുണ്ടാകുന്നതിനെ കുറിച്ചാണ്. സ്തോത്രം. എൻ്റെ ജനത്തിന് ഞാനുമായിട്ട് അടുപ്പം ഉണ്ടായാൽ ഞാൻ അവർക്ക് വേണ്ടി ചിലത് ചെയ്യും. ഒരാമൻ പറഞ്ഞാട്ടെ. ഈ ആളുകളൊക്കെ ബന്ധത്തിൻ്റെ പേരിലല്ലേ അനുഗ്രഹം ഓരോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത്യാവശ്യം ചെന്ന് എന്ത് ചെയ്യാം? പറയാം. ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് നിങ്ങൾ എന്തു പറയും? പറ്റുമോ? ബന്ധമുണ്ടെങ്കിൽ അല്ലേ ചില കാര്യങ്ങൾ എളുപ്പം സാധിക്കും. ശരിയാണോ? എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, അവിടുത്തെ മുഖപ്രകാശം നിൻ്റെ മുഖത്തോട്ട് അടിക്കുമെങ്കിൽ. മോശ പോയി പർവ്വതത്തിൽ പോയിരുന്നു, ദൈവമുഖം അന്വേഷിച്ചു 40 അല്ലേ രാവും പകലും. ദൈവം എന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈവൻ സാധാരണക്കാരനല്ല, എന്നെ ഇത്ര അടുത്തറിഞ്ഞ ഇവനെ പോലെ വേറൊരുത്തനില്ല. വല്ല പിടികിട്ടുന്നവരാമൻ പറഞ്ഞാട്ട്. സ്തോത്രം. മോശയെക്കുറിച്ച് പറയാം, മോശ എന്നെ അടുത്തറിഞ്ഞതുപോലെ. അതാ ദൈവമുഖം അന്വേഷിക്കുക, ദൈവമായിട്ടുള്ള ബന്ധമുണ്ടാകുക. കർത്താവ് പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടികിട്ടുന്നുണ്ടോ? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ പറ്റില്ല. ഈ ദിവസങ്ങളിൽ ദൈവമുഖം അന്വേഷിക്കുന്നവർ, ദൈവവുമായിട്ട് അടുത്ത് വസിക്കുന്നവർ, ദൈവകൃപയോട് ചേർന്ന് നിൽക്കുന്നവര്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, ആ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം, ആ മുഖം നീ അന്വേഷിക്കാമെങ്കിൽ, അല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ദൈവമുഖം അന്വേഷിക്കാമെങ്കിൽ, സ്തോത്രം, നീ ലജ്ജിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നീ നിരാശപ്പെടേണ്ടി വരികയില്ല, അല്ലേ? ആ മുഖം ആമേൻ നിന്നെ പ്രത്യാശയിൽ നടത്തുന്ന. 27-ാം സങ്കീർത്തനം 8-ാം വാക്യം വേഗം വായിച്ചാട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മറ്റൊരാൾ വായിക്കണം. ആമേൻ. കണ്ടോ, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം. സങ്കീർത്തനക്കാരന് മനസ്സിലായി, ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ കൽപ്പിച്ചേക്കുന്നത്? നിന്റെ മുഖം അന്വേഷിക്കാൻ. അതാരാ പറഞ്ഞേ? സങ്കീർത്തനക്കാരനോട് ആരാ പറഞ്ഞേ? ഏത് പ്രവാചകനാ പറഞ്ഞേ? ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്നോട് ആരാ പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആരാ പറഞ്ഞത്? സങ്കീർത്തന ആളു പറയണ്ട. നിന്റെ ഹൃദയം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ അവൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അവൻ്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ദൂതിന് അന്വേഷിച്ച് വേറെ പോകണ്ട. അകത്ത് ഹൃദയം നിന്നോട് പറയുക, മകളെ, ദൈവഹിതം അന്വേഷിക്കുക, അവൻ്റെ മുഖം അന്വേഷിക്കുക. ഹൃദയത്തിൽ നിന്ന് വരും, അല്ലേ? നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്ന് ഇങ്ങോട്ട് കമാൻഡ് വരെ, നീ ദൈവമുഖം അന്വേഷിക്കുക. ഇന്ന് പകൽക്കാലം അവൻ ഈ ഹൃദയം തന്നല്ലേ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുക. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഹൃദയം എന്താ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആമേൻ. അവിടെയാണ് ഈ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നതിൻ്റെ പ്രത്യേകത.
വചനം വസിക്കുന്നതിൻ്റെ പ്രത്യേകത. തിരുവെഴുത്തകത്തുണ്ടെങ്കിൽ അതാണ് ഇൻറ്റിമസി എന്ന് പറയും, ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ആ ബന്ധമുണ്ടെങ്കിൽ ഹൃദയം പറയും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ സ്വസ്ഥത കാണത്തില്ല. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ആരാധിച്ചില്ലെങ്കിൽ ഹൃദയം അസ്വസ്ഥമാകും, അല്ലേ? സ്തോത്രം. ഇപ്പം നമുക്ക് അസ്വസ്ഥമാകുന്നത് അല്ലേ ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ല. പക്ഷേ ആത്മികൻ അങ്ങനല്ല. ഇന്ന് ആരാധിക്കാൻ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു, ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ, കൃപ പ്രാപിച്ചില്ലെങ്കിൽ, വീണ്ടും പോലെ വചനം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, ആത്മീയമായിട്ട് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അസ്വസ്ഥപ്പെടുന്നൊരു ഹൃദയമുള്ള ആളുകളുണ്ട് കേട്ടോ. ആമേൻ. അവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ഹൃദയം ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്താൽ നിറയട്ടെ. ആമേൻ. എന്നാൽ ചിലരുടെ ഹൃദയം ആമേൻ പാപത്താൽ നിറഞ്ഞ ഹൃദയമാ, അശുദ്ധിയുള്ള ഹൃദയമാ, തിന്മയിലേക്ക് പോകുന്ന ഹൃദയമാ. അവിടെയാണ് ദാവീദ് പറഞ്ഞത്, ആമേൻ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പുതുക്കപ്പെട്ട ഹൃദയം പറയും ദൈവമുഖം അന്വേഷിക്കുക. ശിയപ്രവചനം 55:6 വേഗം വായിക്കും. ആമേൻ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. അപ്പം ദൈവമുഖം അന്വേഷിക്കണം, അതിനൊരു സമയമുണ്ടെന്ന് അവിടെ പറയുന്നത്. ആമേൻ, അല്ലേ? യഹോവയെ അന്വേഷിക്കാൻ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. ആമേൻ. ഇത് നമുക്ക് അന്വേഷിക്കാനുള്ള സമയമാണ്, കണ്ടെത്താനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ദൈവമുഖം അന്വേഷിക്കാനുള്ള സമയമാണ്, മാനസാന്തരപ്പെടാനുള്ള സമയമാണ്, പാപം വിട്ടുതിരിയാനുള്ള സമയമാണ്, ദൈവമാർഗത്തിലേക്ക് തിരിയാനുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളെ നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കും. കരമുയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. എന്താ ദൈവം ചെയ്യാൻ പോകുന്നത്? 7-ാമത്തെ വാക്യം. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. ആമേൻ. എന്തൊക്കെ ചെയ്യണം? ആദ്യത്തെ കാര്യം തങ്ങളെ തന്നെ താഴ്ത്തണം. 2 പ്രാർത്ഥിക്കണം. 3 അവിടുത്തെ മുഖമന്വേഷിക്കണം. 4 ആമേൻ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, അന്നും ഇന്നും എന്നും ദൈവപ്രവർത്തിക്ക് അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു കാര്യം ജനം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ആമേൻ. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക എന്നുള്ളതാണ്. ആമേൻ. സ്വതന്ത്രം തങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായ വഴികളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ കാര്യം. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, ദൈവം യാതനയ്ക്ക് മറുപടി തരുവാൻ ആദ്യത്തെ പരിപാടി തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവഹിതത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിനെയൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. ആത്മീയരായ നമ്മൾ എടുത്തു മാറ്റാൻ നമുക്ക് വല്ലതും ഉണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, അല്ലേ, നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇടപാടുകളിലുമൊക്കെ, അല്ലേ, വിട്ടുമാറാൻ നിൽക്കുന്ന ചില പാപങ്ങളും അശുദ്ധികളും പരാജയങ്ങളും ഒന്ന് വിട്ട് കളഞ്ഞ് ഉപേക്ഷിക്കാമെങ്കിൽ തമ്പുരാൻ പറയുകയാ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുക, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാൻ പോകുക, ഞാൻ നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കാൻ പോകുക, ഞാൻ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക, ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കാൻ പോകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 3:19. വേഗം വായിക്കാം ഈ 2 വാക്യങ്ങൾ. വേഗം. നിങ്ങളെ തടിച്ചു വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. കണ്ടോ? തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം കൂടെ വായിച്ചേക്കാം. 3:19. അപ്പോസ്തലപ്രവൃത്തി 3:19. സമയമായിട്ടുണ്ട്. ആമേൻ. മാനസാന്തരം എന്ന വിഷയം ദൈവമക്കളുടെ ഇടയിൽ പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ
ദൈവമക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ഇത് മാനസാന്തരം വേണ്ടത് നമുക്കാണ്. വിശ്വസിക്കൽ ആമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. എല്ലാ ദിവസവും നമ്മൾ മാനസാന്തരപ്പെടണം. ഓരോ സമയവും ദൈവസന്നിധിയിലിരിക്കുമ്പോൾ മാനസാന്തരപ്പെടണം. ഓരോ മിനിറ്റിലും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇത്രയും ചെയ്താൽ എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇന്നും നാം ഈ ചെയ്യേണ്ടത് ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവൻ നമ്മുടെ യാചന കേൾക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പാപം ക്ഷമിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുറവ് ക്ഷമിക്കും, നമ്മുടെ ബലഹീനത ക്ഷമിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആദ്യം തരുന്നത് പാപക്ഷമയാണ് കേട്ടോ. പിന്നെ അനുഗ്രഹങ്ങളൊക്കെ. ഇന്ന് പകൽക്കാലം വീട്, കാറ്, നന്മ, അനുഗ്രഹം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ദൈവം നോക്കുന്നത് ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് പാപക്ഷമയാണ്. അത് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ അവർ ചെയ്ത കുറവുകൾ, പാപങ്ങൾ അത് പരിഹരിക്കപ്പെടണം. കാരണം കുറ്റമറ്റൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. ആ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ആരാധിക്കണമെങ്കിൽ, സ്തോത്രം ചെയ്യണമെങ്കിൽ, സന്തോഷിക്കണമെങ്കിൽ, വാടിയ നമ്മുടെ മുഖം മാറണമെങ്കിൽ, ആനന്ദത്തോടെ സ്തുതിക്കണമെങ്കിൽ, അവൻ ഇന്ന് പകൽക്കാലം അതിന് ദൈവത്തിന്റെ പാപക്ഷമ ദൈവത്തിന് വേണം. ദൈവവും നമ്മളും തമ്മിൽ നിരപ്പാകേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ ഹൃദയത്തെ അവൻ മരണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, ദാവീദ് പറഞ്ഞതുപോലെ രക്ഷയുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആ പരാജയത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. പാപക്ഷമ ഏറ്റവും പ്രധാനമാകട്ടോ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്സാന്തരപ്പെടാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ ദൈവം നമുക്ക് പാപക്ഷമ തരും. തീർന്നില്ല, ഞാൻ നിങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കും. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഒരു വിടുതല. വ്യക്തിപരം മാത്രമല്ല, കുടുംബത്തിനകത്ത് മാത്രമല്ല, സഭയ്ക്കകത്ത് മാത്രമല്ല, ദേശത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാകുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ.